ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂർ സെക്ടർ സെന്ററിലുള്ള ഒരു ഓട്ടോ പേട്ടയിലാണ് നിൽക്കുന്നത്. വളരെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ, അതായത് പക്ഷികള് കാഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈച്ച, കൊതു കാര്യങ്ങളൊക്കെ പെരുകാനുള്ള എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളും ഉണ്ട്. ഒരു ബാഡ് സ്മെല്ല് അടക്കുന്നുണ്ട് അല്ലേ? അതായത് ഇവിടെയുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് ആദ്യം പരിഹരിക്കേണ്ടത്, എന്നിട്ടാണ് വലിയ വികസനങ്ങളിലേക്ക് കടക്കേണ്ടത്. ഇവിടെ നമ്മളുടെ ഓട്ടോപേട്ടയുടെ മുകളിൽ ഓരോ ഓട്ടോറിക്ഷയുടെയും നമുക്ക് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് മാറിയിട്ടുള്ളത്. സോ ഇവിടെ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്ന സാധാരണ ഒരു സമൂഹത്തിന് വേണ്ട സൗകര്യങ്ങൾ വൃത്തിഹീനമല്ലാത്ത രീതിയിൽ വൃത്തിയോട് കൂടിയിട്ട് കൊടുക്കാൻ കോർപ്പറേഷനും ഈ പറയുന്ന പോലെ ഭരണാധികാരികളും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രായോഗികതയാണ്. സാധാരണക്കാരനോട് ചെയ്യേണ്ട പ്രായോഗികതയാണ്. എന്താട്ടോ, ശരിയല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആദ്യം മനുഷ്യനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യം, അവർക്ക് വേണ്ട അവകാശങ്ങളും അല്ല ആനുകൂല്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണമെന്ന്. തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ അനുഭവിക്കണമെന്ന് വെച്ചാൽ ഒരു രണ്ട് മരങ്ങൾ, ആൽമരങ്ങൾ നിൽക്കുന്നുണ്ട്. അതിന്റെ പുറത്ത് പക്ഷികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എന്താ പറയാ, മനുഷ്യന്റെ പോലെ അല്ലല്ലോ അവരെ ജീവിതം. അവര് കാഷ്ടങ്ങൾ ഇടുന്നു, അത് കാഷ്ടങ്ങൾ വല്ലാണ്ട് കുന്നുകൂടി അതിന് വെള്ളമാകുമ്പോ ഈച്ചകളും കൊതുകളും ഒക്കെ വന്ന് ഭയങ്കര, അതായത് ഒരു നഗരത്തിലേക്കുള്ള മുഴുവൻ കൊതുവിനും ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ സ്മെല്ല്, ഭയങ്കര സ്മെല്ല്, രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ട് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ഉണ്ടാവുന്നത്. ആത്മുള്ള ഒരു മനുഷ്യനാണ്, അതിന് ശ്വാസമുട്ടുള്ള ഒരാളാണ്. ഇതിന്റെ സ്മെല്ല് ഭയങ്കര അലർജി പോലത്തെ സ്മെല്ലാണ്. അപ്പൊ അത് ഒരുപാട് ആൾക്കാരോട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ജലദോഷം അല്ലെങ്കിൽ പെട്ടെന്നുള്ള തുമ്മല് അതൊക്കെ പെട്ടെന്ന് വരികയാണ്. അത് പൊട്ട രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ, വൃത്തിയായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്ത് തരിക. അതായത് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആ ജനങ്ങളുടെ ആരോഗ്യം നശിക്കുന്നതാണ്. ആ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കണം, ഈ പക്ഷികളൊക്കെ സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു കോർണർ സൈഡിലെങ്കിലും അവർക്ക് ഒരു ഷെഡ് പ്രൊവൈഡ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ് സെക്ഷൻ കറക്റ്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്ത് നടത്തുക. ചില്ലകൾ വെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള പക്ഷികൾ മാറി വേറെ കൂട് കൂട്ടാനും സാധ്യത. അപ്പൊ അങ്ങനെ ചെയ്താലേ മതി. കാരണം ഇവിടെ നടത്തുന്ന ചേച്ചിമാര് അല്ലെങ്കിൽ സ്റ്റുഡൻസുകള്, പിന്നെ വയസ്സായ ആൾക്കാർ, അവരൊക്കെ തലയിലേക്ക് കാറ്റിക്കുകയും പിന്നെ അത് വൃത്തികേടാവുകയും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ, പിന്നെ പൊട്ട സ്മെല്ല്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഈ കോർപ്പറേഷൻ അധികാരികൾ ഇതിന്റെ നടപടികൾ സ്വീകരിക്കണം. ഞങ്ങളൊരു വട്ടം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും നല്ല രീതിയിൽ ഇത് ഇടപെട്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഈ അവസ്ഥ, ഈ മോശമുള്ള അവസ്ഥ ഒന്ന് മാറ്റി തരണമെന്ന് അഭ്യർത്ഥിക്കും. അതായത് രോഗം കാര്യങ്ങളൊക്കെ പടരാന് അദ്ദേഹം തന്നെ ആസ്മയുടെ പേഷ്യന്റ് ആണ്. സോ അദ്ദേഹത്തിന് തന്നെ അലർജി ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബാക്കിയുള്ള ചേട്ടന്മാരുമാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല? സോ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മളുടെ തെരുവുകൾ ശുദ്ധിയാക്കേണ്ടത് കോർപ്പറേഷന്റെയും ഇവിടുത്തെ ഭരണാധികാരികളുടെയും കീഴെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്ത് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. സാധാരണക്കാരന് എത്രത്തോളം വികസനം പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വികസിപ്പിച്ചിട്ടുള്ള രീതിയിൽ അവർക്ക് വികസനം എവിടെ ഏർപ്പാടാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ്.